മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിമാഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ബാക്കിയാണ്. ഇന്നലെ കൈറ്റ് വെക്ടേഴ്സിൽ 10ാം ക്ലാസ്സിലെ കുറച്ച് ആദ്യത്തെ സമാന്തര ശ്രേണിയുടെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ആയിട്ട് കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പേജ് നമ്പർ 21-ലാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 21-ലെ ആ വർക്കുകളാണ്. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കുള്ളവർക്ക് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നവർക്ക് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് എന്നത് ഒരു പ്രശ്നമല്ല, ഏത് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്കും പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഇതിന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. ഓക്കെ, അവയുടെ സ്ഥാനം ഇങ്ങനെ ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്നത്, in each of the arithmetic sequence below, some terms are missing and their positions are marked with a circle. Find them. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, നമുക്ക് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാം, കാരണം ഇത്രയും നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലാണല്ലോ ചെയ്തത്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കി, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറയുന്നത് 24, 42, പിന്നെ ഒരു വട്ടം വരച്ചിരിക്കുന്നു, വീണ്ടും വട്ടം വരച്ചിരിക്കുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഈ കോളത്തിലുള്ള ആൾക്കാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം 24ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 42 ആയത്? 18 കൂട്ടിയപ്പോഴാണ്. സോ 24ഉം 18ഉം കൂട്ടിയപ്പോൾ 42 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത കോളത്തിലുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 42ന്റെ കൂടെ വീണ്ടും ഒരു 18 കൂട്ടിയാൽ മതി. 42ഉം 18ഉം കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 60 എന്ന് കിട്ടും. ഇനി ഈ 60ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 18 കൂട്ടും. അപ്പൊ എത്ര കിട്ടും? 60ഉം 18ഉം 78 എന്ന് കിട്ടും. സോ അത്രേ ഉള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ആദ്യത്തെ പദം അറിയില്ല, രണ്ടാമത്തേത് 24, മൂന്നാമത്തേത് 42, നാലാമത്തേത് അറിയില്ല. സോ ഇവിടെയും പൊതുവ്യത്യാസം എത്രയാണ്? 24ഉം 42ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയും 18ആണ്. സോ ആദ്യത്തെ പദം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 24ൽ നിന്നും ഈ പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം, അതായത് -18 ചെയ്യണം. അപ്പോൾ 24ൽ നിന്നും 18 പോയാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. യെസ്. ഇനി ഇവിടെ നാലാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ 42ന്റെ കൂടെ നമ്മൾ ഒരു +18 ചെയ്യും. റൈറ്റ്? 42ഉം 18ഉം കൂടി എത്ര കിട്ടും? 42ഉം 10ഉം കൂട്ടിയാൽ 52, 52ഉം 8 കൂടെ കൂട്ടിയാൽ 52 8ഉം 60. സോ 60 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കേസിൽ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പദം അറിയില്ല, രണ്ടാമത്തെ പദം അറിയില്ല, മൂന്നാമത്തെ പദം 24, നാലാമത്തെ പദം എത്രയാണ്? 42. സോ ഇവിടെയും പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 18 തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി 24ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 18 കുറയ്ക്കും. സോ 24ൽ നിന്നും 18 എത്ര കിട്ടും? നമുക്കിവിടെ 6 എന്ന് കിട്ടും. ഇനി ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 6ൽ നിന്നും വീണ്ടും ഒരു 18 നമ്മൾ മൈനസ് ചെയ്യും. 6 - 18. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6ൽ നിന്നും 18 കുറയ്ക്കണം. 6 - 18. 6 - 18 എന്ന് പറയുമ്പോൾ -12 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ -12 എഴുതുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ പദം 24, രണ്ടാമത്തെ പദം അറിയില്ല, മൂന്നാമത്തെ പദം 42, നാലാമത്തെ പദം അറിയില്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24 ഈ പദം അറിയില്ല, 42 ഈ പദം അറിയില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് 24ന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ കൂട്ടും, അതിനുശേഷം വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ കൂട്ടും. അപ്പോഴാണ് നമുക്ക് 42 കിട്ടുന്നത്. അതായത് 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 24ൽ നിന്നും 42ൽ എത്താൻ പറ്റുന്നത്. അഥവാ 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 42ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. 42ൽ നിന്നും 24 പോയ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ 18ന്റെ പകുതിയായ 9 ആണ്. സോ ഇവിടെ നമ്മൾ എത്ര എഴുതേണ്ടത്? ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 9 ആയിരിക്കും. സോ 24ഉം 9ഉം കൂട്ടിയാൽ 33 എന്ന് കിട്ടും. 33ന്റെ കൂടെ വീണ്ടും ഒരു 9 കൂട്ടുമ്പോൾ 42 കിട്ടും. 42ന്റെ കൂടെ വീണ്ടും ഒരു 9 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 51 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 42ന്റെ കൂടെ 24ന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 42 കിട്ടിയത്.
അപ്പോൾ 2 കോമൺ ഡിഫറൻസ് ആണ് ഇവിടുത്തെ 18. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 18ന്റെ പകുതിയായ 9 ആണ്. സോ അത് ഓർത്തിരിക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5ാമത്തെ ചോദ്യമാണ്. ഇവിടെ നമുക്ക് 1ാമത്തെ ടൈം അറിയില്ല, 2ാമത്തെ ടൈം 24 എന്നറിയാം, 3ാമത്തെ ടൈം അറിയില്ല, 4ാമത്തെ ടൈം 42 ആണ്. ഇവിടെയും സെയിം കേസ് തന്നെയാണ്. 24ന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് നമുക്ക് 42 കിട്ടിയത്. സോ 24 42 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 18 ആണ്. ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 18ന്റെ പകുതിയായ 9 ആണ്. സോ ഇവിടെ നമ്മൾ എഴുതുന്നത് 24ന്റെ കൂടെ എത്ര കൂട്ടണം? 24ന്റെ കൂടെ നമ്മൾ ഒരു 9 കൂട്ടുന്നു. സോ ഇവിടെ നമുക്ക് 33 എന്ന് കിട്ടും. ഇനി 1ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 24ൽ നിന്നും ഒരു 9 അങ്ങോട്ട് കുറച്ചാൽ മതി. 24ൽ നിന്നും 9 പോയാൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. സോ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 15, 24, 33, 42 ഇങ്ങനെയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6ാമത്തെ ചോദ്യം. ഇവിടെ നോക്കി, ആദ്യത്തെ ടൈം 24 എന്നറിയാം, 2ാമത്തെ ടൈം അറിയില്ല, 3ാമത്തെ ടൈം അറിയില്ല, 4ാമത്തെ ടൈമാണ് 42. അപ്പോൾ ഈ 24ന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ഇവിടെ ആഡ് ചെയ്തു നോക്കി. 2ാമത്തെ ടൈമിൽ എത്താൻ വേണ്ടി ഒരു തവണ ആഡ് ചെയ്തു, 3ാമത്തെ ടൈമിൽ എത്തുമ്പോഴത്തേക്കും 2 തവണ ആഡ് ചെയ്തു, ഇനി 4ാമത്തെ ടൈമിൽ എത്തണമെങ്കിൽ 3 തവണ ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. സോ നമുക്ക് എഴുതാൻ പറ്റും 3 ടൈംസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇവർ തമ്മിലുള്ള വ്യത്യാസം 42ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം. 42ൽ നിന്നും 24 പോയാൽ എത്ര കിട്ടും? നമുക്ക് 18 എന്ന് കിട്ടും. അപ്പൊ 3 കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ 18. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് എത്രയാ? ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 18നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 2ാമത്തെ ടൈം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 24ന്റെ കൂടെ 6 കൂട്ടും. 24ഉം 6ഉം 30 എന്ന് കിട്ടും. ഇനി 3ാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യും? 30ന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടും. അപ്പൊ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. 36ന്റെ കൂടെ വീണ്ടും ഒരു 6 കൂടെ കൂട്ടിയപ്പോഴാണ് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 42 കിട്ടിയത്. സോ ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇതാണ് ഇന്നലത്തെ ക്ലാസിന്റെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2ാമത്തെ ചോദ്യം ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പൊ 3ാമത്തെ പദം 34 തന്നിട്ടുണ്ട്, 6ാമത്തെ പദം 67 തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ചോദ്യം സോൾവ് ചെയ്തിടുന്നതാണ്. ഓൾറെഡി ഈ ചാപ്റ്ററിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ 1-2 ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് കുട്ടികൾ എന്നോട് കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞ്. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ ഇത് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലെ വിക്ടേഴ്സിൽ ഈ സെയിം പാഠം പഠിപ്പിച്ചിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ പേജ് കാണിച്ചിട്ട് ഇതിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും അടുത്ത വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് ഈ 2ാമത്തെയും 3ാമത്തെയും ഒക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് വേണമെങ്കിൽ ഓൾറെഡി ഞാൻ ഒന്ന് ചെയ്താൽ തോന്നുന്നു. 1-2 മാസം മുമ്പാണ് ചെയ്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഓർമ്മ കിട്ടുന്നില്ല. ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.